അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് മോട്ടിവേഷനെ കുറിച്ചാണ്. മോട്ടിവേഷൻ്റെ കൺസെപ്റ്റുകൾ, തിയറീസ്, പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, തിയറീസ്, മീനിങ്ങുകൾ എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മീനിങ് എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ദാറ്റ് സിമുലേറ്റ്സ്, ഡയറക്ട്സ് ആൻഡ് സസ്റ്റെയിൻസ് ബിഹേവിയർ. നമ്മുടെ ഒരു സ്വഭാവത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നമ്മുടെ സ്വഭാവമായി നിലനിർത്താനും സഹായിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മാനറിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇന്നർ ഒരു നമ്മളുടെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പുഷ്, അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഓർഗനൈസേഷനിൽ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് എഫേർട്ട്, ഓരോരുത്തരും എടുക്കുന്ന ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ, പിന്നെ അവരുടെ പെർഫോമൻസ്, അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ്, അവർ എങ്ങനെ ഓർഗനൈസേഷനെ എടുക്കുന്നു അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആകുന്നു എന്നുള്ളതൊക്കെ ഇതിൽ മോട്ടിവേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽസ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനൊരു ഗോളുണ്ടാവും. ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികളെ ആഗ്രഹിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ നാച്ചുറൽ എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായും സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. അതൊരു സൈക്കോളജിക്കൽ, അത് നമുക്ക് ഒരു കവറിലായി കൊടുക്കാനോ അത്തരം കാര്യങ്ങൾക്ക് പറ്റില്ല. അതൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഓരോ മോട്ടിവേഷനും അതിനൊരു ഗോൾ ഉണ്ടാവും. നമ്മുടെ ഒരു ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്തുന്നതിനായിരിക്കും മോട്ടിവേഷൻ്റെ ഒരു ഇപ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും മോട്ടിവേഷൻ ആവശ്യമില്ല. അപ്പോൾ അത് വേണ്ട വിധത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡൈനാമിക് നേച്ചർ, ഓരോരുത്തരുടെ നേച്ചറിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് പറയുന്നത്, ഇംപ്രൂവിങ് എംപ്ലോയി പെർഫോമൻസ്. ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ്റെ പെർഫോമൻസിന് അത് ഇമ്പ്രൂവ് ചെയ്യിക്കും. പിന്നെ അയാളുടെ പ്രൊഡക്ടിവിറ്റി, അയാളുടെ പ്രൊഡക്ടിവിറ്റി അത് ഇൻക്രീസ് ചെയ്യിക്കും. പിന്നെ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ, നമ്മൾ കാണുന്നൊരു ഗോൾ ഉണ്ടാവും, ഓർഗനൈസേഷൻ വെച്ചൊരു ഗോൾ ഉണ്ടാവും, അതിലേക്ക് എത്താൻ ഇത് സഹായിക്കും. പിന്നെ വർക്കേഴ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള ആബ്സെൻറ്റീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ താല്പര്യമില്ലാതാവുക, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് വിട്ടു പോകാൻ, അല്ലെങ്കിൽ ഇതിന് ആബ്സെൻ്റ് ആവാൻ, ഇന്ന് തിരിഞ്ഞു പോകാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോട്ടീവ് ഇല്ലാതാണ്. പിന്നെ മെയിൻറ്റെയിനിങ് എംപ്ലോയി മോറൽ, പിന്നെ ക്രിയേറ്റിംഗ് വില്ലിങ്നെസ് ടു വർക്ക് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഇനി പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? മോട്ടിവേഷണൽ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നീഡ്, ഫീലിംഗ് ഓഫ് ഡെഫിഷ്യൻസി. അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അവർക്ക് ടെൻഷൻ കോസ്ഡ് ബൈ അൺമെറ്റ് നീഡ്, ഇവർ കാണാത്തൊരു നീഡുണ്ടാവും, അതിലേക്ക് എത്താനുള്ളൊരു ടെൻഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ബിഹേവിയർ എഫേർട്സ് ടു സാറ്റിസ്ഫൈ ദ നീഡ്, ആ ഒരു ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള എഫേർട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുക. പിന്നെ ഗോൾ സാറ്റിസ്ഫാക്ഷൻ, അത് കിട്ടിക്കഴിഞ്ഞാലുള്ള അവർക്കൊരു റിലീഫ്, ടെൻഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഒരു ഫീൽ അവർക്ക് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് മോട്ടിവേഷൻ. ഇനി മോട്ടിവേഷൻ്റെ ടൈപ്പുകൾ. ഒന്നാമത്തെ പോസിറ്റീവ് മോട്ടിവേഷനാണ് എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസെൻറ്റീവ്, പ്രൊമോഷന്, റെക്കഗ്നൈസേഷന്, അല്ലെങ്കിൽ ഒരു ട്രോഫി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് മോട്ടിവേഷനാണ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പണിഷ്മെൻറ്റുകൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വർക്കിൽ അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ ഇത്ര ശതമാനം കുറവുണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യം നെഗറ്റീവ് മോട്ടിവേഷൻസ്. പിന്നെ കുറച്ച് തിയറികളാണ്. ഒന്നാമത്തെ മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുടെ നീഡുകളുടെ ഒരു സ്റ്റേജുകൾ അല്ലെങ്കിൽ ഒരു പിരമിഡ്. അതിലേറ്റവും
ഒരു ലോവസ്റ്റ് ലെവലിലുള്ള ആദ്യം തീർക്കണം. അങ്ങനെ ഇതൊക്കെ തീർക്കുന്നതായിരിക്കണം എന്ത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തത് സൈക്കോളജിക്കൽ നീഡാണ്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഇതൊക്കെ അവർക്ക് ഉറപ്പുവരുത്തണം. പിന്നെ സേഫ്റ്റി നീഡ്സ്, അവർക്ക് അവരുടെ ജോലിയുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇതൊക്കെ ഉറപ്പുവരുത്തണം. പിന്നെ സോഷ്യൽ നീഡ്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, ബിലോങ്ങിങ്, ഈ സോഷ്യൽ നീഡുകളൊക്കെ അവർക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കണം. പിന്നെ എസ്റ്റീം നീഡ്സ്, റെക്കഗ്നൈസേഷൻ, സ്റ്റാറ്റസ്, അവരുടെ സെൽഫിൻ്റെ റെക്കഗ്നൈസേഷൻ, അവരുടെ സ്റ്റാറ്റസ് ഇതൊക്കെ അവർക്ക് കാണിക്കാൻ സാധിക്കണം. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, അവരുടെ പേഴ്സണൽ ഗ്രോത്തൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഹെർട്സ്ബർഗ്സ് 2 factor തിയറി. 2 factor തിയറി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മോട്ടിവേഷൻ രണ്ട് സെറ്റ് ഓഫ് ഫാക്ടറുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിലൊന്നാമത് ഹൈജീൻ ഫാക്ടറാണ്. അത് സാലറി, കമ്പനി പോളിസി, വർക്കിംഗ് കണ്ടീഷൻ, ജോബ് സെക്യൂരിറ്റി ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആണ് ഹൈജീൻ ഫാക്ടറിൽ വരുന്നത്. പിന്നെ മോട്ടിവേറ്റേഴ്സാണ്. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് അച്ചീവ്മെൻറ്റ്, റെക്കഗ്നൈസേഷൻ, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഗ്രോത്ത് ഉണ്ടാവുക, ഇതൊക്കെ അവർക്ക് മോട്ടിവേഷൻ നൽകാൻ സാധിക്കും. പിന്നെ ഒന്ന് മെഗ്രഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. ഇത് ഡൂഗ്ലാസ് മെഗ്രഗറിൻ്റെ ഒരു തിയറിയാണ്. അതിൽ തിയറി എക്സ് പറഞ്ഞാൽ എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക്, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, റിക്വയർ ക്ലോസ് സൂപ്പർവിഷൻ. അപ്പോൾ ചില എംപ്ലോയികൾ എന്തായിരിക്കും, അവർക്ക് വർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റികളെ അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ക്ലോസ് സൂപ്പർവിഷൻ, അവരെ ക്ലോസായി വാച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അത് തിയറി വൈ ആണ്. എംപ്ലോയീസ് എൻജോയ് വർക്ക്. ചില എംപ്ലോയീസ് വർക്ക് എന്തുണ്ടാവും, എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റിയെ ഏറ്റെടുക്കുന്നുണ്ടാവും, സ്വയം ഏറ്റെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ കുറച്ച് നോക്കിയാൽ മതി, അവർ സെൽഫ് മോട്ടിവേറ്റാണ്, ക്രിയേറ്റീവ് ആയിരിക്കും. ഈ രണ്ടാമത്തെ തിയറി വൈ ആണ് മോഡേൺ കാലത്തൊക്കെ ഉപയോഗിക്കണമെന്ന് അർത്ഥം. പിന്നെ മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് എങ്ങനെയാണ് ഇത് ബാധിക്കും, മോട്ടിവേഷൻ എങ്ങനെയാണ് പെർഫോമൻസിനെ ബാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള എംപ്ലോയീസ് എന്തായിരിക്കും, ഹൈ പ്രൊഡക്റ്റീവ് ആയിരിക്കും, നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് ജോബിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ കുറഞ്ഞ മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നത് വെച്ചാൽ അവരുടെ പെർഫോമൻസിലും അത് പ്രതിഫലിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ്. മോട്ടിവേഷൻ, പ്രോപ്പറായ മോട്ടിവേഷൻ എംപ്ലോയിയുടെ ആ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.